തൃശൂർ ചാവക്കാടും ദേശീയപാതയിൽ വിള്ളൽ. മണത്തലയിൽ നിർമ്മാണം നടക്കുന്ന മേൽപ്പാലത്തിന് മുകളിൽ ടാറിട്ട ഭാഗത്താണ് വിള്ളൽ രൂപപ്പെട്ടത്. നിലവിൽ ഈ ഭാഗം ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടില്ല. എന്നാലും വിള്ളലിലൂടെ വെള്ളമിറങ്ങി അപകടമുണ്ടാകുമോ എന്ന ഭീതിയിലാണ് നാട്ടുകാർ. ആ സ്ഥലത്തു നിന്നും MS ലിഷോയ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ലിഷോയ്, ഈ വിള്ളൽ നേരിട്ട് കണ്ടിട്ട് ഇത് എങ്ങനെയാണ് കൂടുതൽ വിള്ളൽ രൂപപ്പെടാനുള്ളൊരു സാധ്യതയുണ്ടോ? കാരണം ഈ മണ്ണിൽ, ചെളി പിടിച്ച മണ്ണിൽ അങ്ങനെ വെള്ളം പിടിക്കുമ്പോൾ കൂടുതൽ വിള്ളൽ രൂപപ്പെടാനുള്ളൊരു സാധ്യതയുണ്ട്. ഈ പ്രത്യേക ഭാഗം തുറന്നു കൊടുത്തിട്ടില്ല എങ്കിൽ കൂടിയും മറ്റു ഭാഗത്തേക്ക് ഇത് വരാനുള്ളൊരു സാധ്യതയില്ലേ? ഈ ദേശീയപാതയുടെ ഈ മേഖലയിൽ പണി പൂർത്തിയാക്കി തുറന്നു കൊടുത്തിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും ഈ പാലത്തിൻ്റെ ജോലികൾ പൂർത്തിയാക്കി ഇനിയിപ്പോൾ ആദ്യഘട്ട ടാറിങ് പൂർത്തിയാക്കിയിട്ടുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ഇവിടെ ഇന്നലെ വലിയ വിള്ളലുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഈ താൽക്കാലിക അറ്റകുറ്റപ്പണി എന്നുള്ള രീതിക്ക് ഇതിൽ മണ്ണിട്ട്, പാറപ്പൊടി ഉൾപ്പെടെയുള്ള മണ്ണിട്ട് അടയ്ക്കുകയാണ് ചെയ്യുന്നത്. മണ്ണിട്ട് അടച്ച ശേഷം പിന്നീട് അതിന് മുകളിൽ അറ്റകുറ്റപ്പണി നടത്താനാണ് ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നു. പക്ഷേ ഈ വിള്ളൽ കണ്ടാൽ സാധിക്കും, അതായത് ഈ റോഡ് നേരെ പിളർന്നിരിക്കുകയാണ്. ഇത് ഒരു മേൽപ്പാലമാണ്. ഇതിൻ്റെ തൊട്ടടുത്ത വശങ്ങളിലൊക്കെ തന്നെ വീടുകളൊക്കെ തന്നെ ഉള്ളതാണ്. മലപ്പുറത്തുണ്ടായിരുന്നതിന് സമാനമായി തന്നെ വലിയ ഒരു ഇതാണ്. അതിൻ്റെ താഴെ സർവീസ് റോഡ് നോക്കിയാലും കാണാൻ സാധിക്കും. സർവീസ് റോഡിൻ്റെ ഒരു ഭാഗവും അവിടെ വിള്ളൽ രൂപപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നാട്ടുകാർ ആശങ്കയിലാണ്. കാരണം കൂടുതൽ ഇടങ്ങളിലേക്ക് ഇത്തരത്തിൽ വിള്ളൽ ഉണ്ടാകുമോ എന്നുള്ളത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ഇവിടെ ഈ വിള്ളൽ താൽക്കാലികമായി പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഈ യന്ത്രം ഉപയോഗിച്ച് ഇതിനകത്തേക്ക് പൊടി അടിച്ച് കയറ്റുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഒരുപാട് ആളുകളും ഉണ്ട് സമാനമായ രീതിയിൽ ഈ ആശങ്കകൾ പങ്കുവെക്കുന്നതിന് വേണ്ടി. ഇപ്പോൾ ഇവിടുത്തെ ഒരു ആശങ്ക എന്താണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം? ഇത് ശാസ്ത്രീയമായ രീതിയിലുള്ള വേണ്ടത്ര പഠനം നടത്താതെയാണ് ഈ നാഷണൽ ഹൈവേ നിർമ്മാണം ആരംഭിച്ചിട്ടുള്ളത്. ഒരു കാലവർഷം തുടങ്ങാനിരിക്കുന്നതേ ഉള്ളൂ. ഒരു ചെറിയ മഴ പെയ്യുമ്പോഴേക്കും ഈ ടാറിളകിയത് കാണാതിരിക്കാൻ വേണ്ടി ഇന്നലെ രാത്രി ചെറിയ പൊടി ഇട്ടിട്ട് അത് അടക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. അതിപ്പോൾ തന്നെ അത് പൊളിഞ്ഞു. അപ്പോൾ ഈ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളും വലിയ ആശങ്കയിലാണ്. ഇതിപ്പോൾ ഈ ഒരു ഭാഗം മണ്ണിട്ട് ഉയർത്തിയതാണല്ലോ. അതായത് ആ മണ്ണിട്ട് ഉയർത്തിയത് ഇനിയിപ്പോൾ മഴയൊക്കെ പെയ്തതിൽ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിനുള്ളിൽ വിള്ളലുണ്ടാകാൻ സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടുണ്ട്. അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല ഈ ഭാഗത്തു നിന്നുള്ളത് അങ്ങോട്ട് റൂട്ടിലേക്ക് ഇതാണ് ഇപ്പോൾ വലിയ വാഹനങ്ങളൊക്കെ ഈ റൂട്ടിലൂടെയാണ് കടന്നു പോകുന്നത്. ഇത് അങ്ങോട്ട് മറന്നാൽ ഒരു വലിയ ദുരന്തം തന്നെ ഇവിടെ സംഭവിക്കാനിടയുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അധികാരികൾ ഇതിനെ ഒരു പുനർനിർമ്മാണം നടത്തണമെന്നാണ് വിനീതമായി. ഇതിലിപ്പോൾ നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു ഇത് കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് സംഭവിച്ച സമാനമായ സംഭവം തന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഫൗണ്ടേഷൻ ഇരുന്നിരിക്കുകയാണ്. ഈ ഫൗണ്ടേഷൻ താഴ്ന്നത് മൂലം ഇവിടെ രൂപപ്പെട്ടിട്ടുള്ള വിള്ളലാണ് ഇത് കാണുന്നത്. ഈ വിള്ളൽ കേവലം മോൾ ഭാഗത്തേക്ക് ഉള്ളതല്ല, ഇത് ഏറ്റവും അടി വരെ വിണ്ടിട്ടുണ്ടാവാനാണ് സാധ്യത എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് താൽക്കാലികം ഒരു പണി ചെയ്തിട്ട് അടച്ചുകൊണ്ടൊന്നും ഇത് നിൽക്കില്ല. ഇത് മൊത്തത്തിൽ ഈ ഭാഗം സൈഡ് പൊളിച്ച് പണിതേ തന്നെ ശരിയാവുള്ളൂ. ഇത് തൊട്ട് സൈഡിൽ കൂടെ ഒരുപാട് വാഹനങ്ങൾ പോകുന്നതാണ്. ഇതെങ്ങാനും പൊളിഞ്ഞ് അങ്ങോട്ട് വീണ് കഴിഞ്ഞാൽ ഒരു വലിയ ദുരന്തത്തിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് അധികൃതർ എത്രയും പെട്ടെന്ന് ഇതിന് വേണ്ട നടപടി സ്വീകരിക്കണം. തികച്ചും അശാസ്ത്രീയമായ രീതിയിലാണ് ഇതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. നാഷണൽ ഹൈവേയുടെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് അശാസ്ത്രീയമായ രീതിയിലാണെന്നതിൻ്റെ വലിയ തെളിവാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്തൊക്കെ തന്നെ ആളുകൾ വീടുകളിലേക്കൊക്കെ വെള്ളം കയറി വലിയ ഒരു ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഇവിടെയുള്ള കാനകളും മറ്റുമൊക്കെ അടഞ്ഞതിനെ തുടർന്ന് വീടുകളിലേക്കൊക്കെ തന്നെ മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം കാണാൻ കഴിയുക എത്രത്തോളം ദൂരത്തിലുണ്ട്? അതായത് ഇതിപ്പോൾ ഏകദേശം ഒരു 50 മീറ്ററോളം വിള്ളൽ നമുക്ക് പ്രത്യക്ഷത്തിലുണ്ട്. ഇതിപ്പോൾ വാഹനങ്ങളൊന്നും പോകാത്ത സ്ഥലത്താണ് ഇങ്ങനെ ഒരു വിള്ളൽ ഉണ്ടായിരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ വഴിയിലൂടെ ഏകദേശം ആ അറ്റം മുതൽ ഇങ്ങോട്ടേക്ക് വരെ ഈ വിള്ളലുണ്ട്. ഇനി ഈ വഴിയിലൂടെ ഭാരവാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവ പോവുകയാണെങ്കിൽ ഈ വിള്ളൽ ഇനി ഒരുപാട് വർദ്ധിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ ഒരു വാഹനവും പോകാത്ത സ്ഥിതിയിലാണ് ഇത്തരത്തിലൊരു വിള്ളൽ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ആശങ്ക. അർത്ഥം ഇതിന്റെ വ്യാപ്തി കൂടുതലാണ്. ഈ മണ്ണ് നനഞ്ഞതുകൊണ്ട്, ഉള്ളിലെ മണ്ണ് നനഞ്ഞതുകൊണ്ടുള്ള ഒരു പ്രശ്നമാണ്, ഗുരുതരമാണ് എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലേ? തീർച്ചയായും നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയുണ്ട്. അതിനോടൊപ്പം തന്നെ ഗുരുതരമായ ഒരു കാര്യം തന്നെയാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ നഗരസഭാ ചെയർപേഴ്സൺ കൂടിയുണ്ട് ചാവക്കാടിൻ്റെ. ഇതിപ്പോൾ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ആശങ്കയാണ്. ദേശീയപാത ഇതിലൂടെയാണ് ഏറ്റവും അധികം വാഹനങ്ങൾ പോകുന്നത്, പ്രധാനപ്പെട്ട റോഡാണ്. അപ്പം ആളുകളെ സംബന്ധിച്ചുള്ള ആശങ്ക അത് എങ്ങനെയാണ് നമുക്ക് പരിഹരിക്കാൻ സാധിക്കുക? ആളുകളെ സംബന്ധിച്ച് വലിയ ആശങ്ക തന്നെയാണ്. ഇത് ഇന്ന് രൂപപ്പെടുന്നതിന് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള ആശങ്കകൾ നമ്മുടെ അടുത്തുണ്ട്.
അതായത് ഒട്ടനവധി പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നമ്മളെ റോഡുകൾ ആകെ പൊളിഞ്ഞു പോവുകയും നിലവിലുള്ള റോഡുകൾ, അതുകൂടാതെ വെള്ളക്കെട്ട് അതിരൂക്ഷമായി വന്ന ഒരു സാഹചര്യം ഇന്നലെ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ പല വീടുകളിലും വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അശാസ്ത്രീയ നിർമ്മാണത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. പിന്നെ അതുപോലെ കുടിവെള്ളം കിട്ടാതായിട്ട് കുറേ ദിവസങ്ങളായി. കാരണം ഇവരുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിലെ അശാസ്ത്രീയത തന്നെയാണ് അതിനുള്ള കാരണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട MLA ഇന്നലെ അടിയന്തരമായിട്ട് ബഹുമാനപ്പെട്ട കളക്ടർക്ക് നിർദ്ദേശം നൽകി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വർക്ക് എടുത്തിട്ടുള്ള ശിവാലയ കമ്പനി അവരെ നേരിട്ട് വിളിച്ച് കളക്ടർ വേണ്ട നിർദ്ദേശം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനിടയിലാണ് ഇത്രയും ഒരു ഭയാനകമായ ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. വാഹനങ്ങൾ പോകാത്ത സമയത്താണ് ഇങ്ങനെ വിള്ളലുണ്ടായിരിക്കുന്നത്. അപ്പോൾ വാഹനങ്ങൾ പോകുന്ന സമയത്താണെങ്കിൽ അത് തീർച്ചയായിട്ടും, കാരണം ഇന്നലെ ഇപ്പോൾ മലപ്പുറത്തുണ്ടായ ഒരു വിഷയം നമുക്കറിയാവുന്നതാണ്. അതൊക്കെ കണ്ടപ്പോൾ നമ്മളും ഇത്തരത്തിലുള്ള പാലത്തിന്റെ സമീപമുള്ള സർവീസ് റോഡുകളിലൂടെ പോകുന്നത് നമുക്കൊക്കെ തന്നെ ഒരു ഭീതിജനകമായ അന്തരീക്ഷം സൃഷ്ടിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഇത്തരത്തിലുള്ള ഒരു വിഷയം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ എന്തായാലും ഇന്ന് തന്നെ ബഹുമാനപ്പെട്ട കളക്ടർക്ക് നമ്മൾ പരാതി കൊടുക്കും. ഇവരുടെ അശാസ്ത്രീയമായ നിർമ്മാണം നിർത്തിവെപ്പിക്കുന്നത് അധികൃതരുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ടോ? പലതവണ നമ്മൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇന്നിപ്പോ ബന്ധപ്പെട്ടിട്ടില്ല. നമ്മള് ഇങ്ങനത്തെ ഒരു അവര് വളരെ നിസ്സഹായരാണ്. അവരെപ്പോഴും ഞങ്ങൾക്ക് വർക്ക് വളരെ പെട്ടെന്ന് കഴിക്കണം എന്ന് മാത്രമാണ് പറയാറ്. പക്ഷെ നമ്മളെ ബുദ്ധിമുട്ടൊന്നും നാളിതുവരെ അവര് ചെവിക്കൊണ്ടിട്ടില്ല. സത്യം പറഞ്ഞാല് കുറേ പറയുമ്പോൾ എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നല്ലാതെ കൃത്യമായിട്ടുള്ള ഒരു സമയബന്ധിതമായിട്ടുള്ള ഇടപെടൽ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ശിവാലയ കമ്പനി തികച്ചും അശാസ്ത്രീയമായിട്ട് തന്നെയാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതെ, ഇനിയിപ്പോൾ മഴക്കാലമാണ് വരാൻ പോകുന്നത്. മഴക്കാലമായി തുടങ്ങിയാൽ അത് വലിയ തോതിലുള്ളൊരു ഈ വെള്ളമൊക്കെ ഇതിലൂടെയൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് വലിയ അപകടങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ നിൽക്കുന്നത് ഈ പാലത്തിൻ്റെ മുകൾ വശം എത്തുന്നതിന് തൊട്ട് മുൻപാണ്. അപ്രോച്ച് റോഡ് കയറി വരുന്ന ഇടത്താണ്. ഇതിന് താഴെയാണ് വീടുകളൊക്കെ ഉള്ളത്. ഇതിന് രണ്ട് വശത്തും, ഈ റോഡിൻ്റെ രണ്ട് വശത്തും വീടുകളൊക്കെ തന്നെ ഉണ്ട്. ഈ ജനവാസ മേഖല ആയതിനാൽ തന്നെ വലിയ ആശങ്കയുണ്ട്. അതിനോടൊപ്പം തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് എറണാകുളം ഭാഗത്ത് നിന്നും കോഴിക്കോട് ഭാഗത്തേക്കൊക്കെ പോകുന്ന വാഹനങ്ങൾ ഈ പാലം പണി നടക്കുന്നതിനാൽ തന്നെ ഈ സർവീസ് റോഡിലൂടെയാണ് പോകുന്നത്. അങ്ങനെ സർവീസ് റോഡിലൂടെ പോകുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ഈ പാലത്തിൻ്റെ ഈ അപ്രോച്ച് റോഡിനും ഈ ഭാഗത്തിനുമൊക്കെ ഒരു ഇടിവുണ്ടാവുകയാണെങ്കിൽ ഈ വാഹനങ്ങൾക്ക് മുകളിലേക്കായിരിക്കും ഒരുപക്ഷെ ആ അപകടം ഉണ്ടാവുക. വലിയ ദുരന്തം ഒരുപക്ഷെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാര്യം തന്നെയാണ് ലിഷോയ്.